ജോഷുവയുടെ പുസ്തകം അദ്ധ്യായം 11. യാബീനും സഖ്യകക്ഷികളും. ഹാസോർ രാജാവായ യാബീൻ ഇതു കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിമ്രോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിനു സമീപം അരാബായിലും പടിഞ്ഞാറ് നഫത്തോറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്കു പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ എന്നിവർക്കും മിസ്പാദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തിരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോം നദീതീരത്തു താവളമടിച്ചു. കർത്താവ് ജോഷിയോട് അരുളിച്ചെയ്തു, അവരെ ഭയപ്പെടേണ്ട. നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിൻ്റെ മുൻപിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷുവ യോദ്ധാക്കളും ഒന്നിച്ച് മെറോം നദീതീരത്ത് വന്ന് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസീദോൻ വരെയും മിസ്രെഫോത്ത് മയിം വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷുവ തിരിച്ചു ചെന്ന് ഹാസോറിനെ കീഴടക്കി. അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബല സ്ഥാനം വഹിച്ചിരുന്നു. ജോഷുവ അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസോറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷുവ നശിപ്പിച്ച ഹാസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷുവ നാട് മുഴുവൻ, മലമ്പ്രദേശവും നെഗബ് മുഴുവനും, ഗോശെൻ ദേശമൊക്കെയും സമതലങ്ങളും അരാബായും ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിൻ്റെ താഴ്വരയും, സെയീർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലക് മലയും, ഹെർമോൺ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലെബനോൻ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു. ജോഷുവ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗിബെയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല. മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ കഠിനഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷുവ മലമ്പ്രദേശത്ത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്യമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്യമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. അദ്ധ്യായം 12. കീഴടക്കിയ രാജാക്കന്മാർ. ജോർദാന് കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മല വരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോരി രാജാവായ സീഹോൻ. അവൻ്റെ രാജ്യം അർണോൺ താഴ്വരയുടെ അരികിലുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമോന്യരുടെ അതിരായ യാബോക്ക് നദി വരെ കിടക്കുന്ന ഗിലെയാദിൻ്റെ പകുതിയും, കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും
ബത്ജെഷിമോത്തിനു നേരെ അരാബ സമുദ്രം വരെയും തെക്ക് പിസ്ഗയുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാശാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൺ മലയും സാലേക്ക തുടങ്ങി മാക്കായുടെയും ഗശൂറിൻ്റെയും അതിർത്തികൾ വരെയും ബാശാനും ഗിലെയാദിൻ്റെ അർദ്ധഭാഗവും ഹെഷ്ബോൺ രാജാവായ സീഹോൻ്റെ അതിർത്തി വരെയും അവൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ് ലെബനോൻ താഴ്വരയിലുള്ള ബൽഗാദ് മുതൽ സെയീറിലേക്കുള്ള കയറ്റത്തിലെ ഹാലാക്ക് മല വരെ ഉള്ള സ്ഥലത്തു വെച്ച് ജോഷയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷുവ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബായിലും മലഞ്ചെരിവുകളിലും മരുഭൂമിയിലും നെഗബിലുമുള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ. ജെറിക്കോ, ബെഥേലിനു സമീപമുള്ള ആയ്, ജെറുസലേം, ഹെബ്രോൺ, ജാർമുത്ത്, ലാഗീഷ്, എഗ്ലോൺ, ഗേസർ, ദബീർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അതുല്ല, മക്കേദ, ബെഥേൽ, തപ്പുവ, ഹേഫർ, അഫേക്, ലാഷറോൺ, മാദോൻ, ഹാസോർ, ഷിമ്രോൺ, മെറോൺ, അക്ഷാഫ്, താനാക്, മെഗിദോ, കേദെഷ്, കാർമേലിലെ യോക്നെയാം, നഫ്ദോറിലെ ദോർ, ഗലീലയിലെ ഗോയിം, തിർസ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ ആകെ 31 പേർ. അധ്യായം 13. ദേശവിഭജനം. ജോഷ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്ത്യരുടെയും ഗശൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്ത്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും സീദോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക്ക് വരെയും ഗബാല്യരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലെബനോനും മിസ്രേഹോത്ത് മായിമിനും ലെബനോനും ഇടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. ജോർദാനു കിഴക്ക്. റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. ജോർദാൻ നദിയുടെ കിഴക്കുവശത്തായിരുന്നു അത്. അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലം ഉൾപ്പെടെ ദീബോൻ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോരി രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമോന്യരുടെ അതിർത്തികൾ വരെയും ഗിലെയാദും ഗശൂറും മാക്കായും ഹെർമോൺ മലയും സലേക്ക വരെയുള്ള ബാശാനും എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാശാൻ രാജാവായ ഓഗിൻ്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ചു പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗശൂര്യരെയോ മാക്കാത്തിരെയോ തുരത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബന്റെ ഓഹരി. റൂബന്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീബോനും ബാമോത്ത് ബാലും ബേത്ത് ബാൽ മേയോനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാത്തായിമും സിപ്മായും സമതലത്തിലെ ചെറുകുന്നിലുള്ള സെരത് ഷാഹാറും
ബെത്പെയോറും പിസ്ഗ ചെരിവുകളും ബേത് ജെഷിമോത്തും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോരി രാജാവായ സീഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവന്റെയും മിദിയാനിലെ നേതാക്കന്മാരായ ഏവി, റേക്കം, സുർ, ഹൂർ, റേബ എന്നിവരെയും മോശെ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബൻ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. ഗാദിന്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമമനുസരിച്ച് മോശെ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ: യാസാർ, ഗിലെയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമോന്യരുടെ ദേശത്തിന്റെ പകുതി, ഹെഷ്ബോൺ മുതൽ റാമാത്ത് മിസ്പയും ബത്തോണിമും വരെ, മഹനായിം മുതൽ ദെബീറിന്റെ പ്രദേശം വരെ, താഴ്വരയിലെ ബത്ത്ഹാറാം, ബത്ത് നിമ്ര, സുക്കോത്ത്, സാഫോൻ, ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നരോത്ത് കടലിന്റെ താഴത്തെ അറ്റം വരെ ജോർദാന്റെ കിഴക്കേ തീരമാണ് അതിന്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. മനാസയുടെ ഓഹരി. മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശെ കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹനായിം മുതൽ ബാശാൻ മുഴുവനും, ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യം മുഴുവനും, ബാശാനിലുള്ള ജായിറിന്റെ എല്ലാ പട്ടണങ്ങളും 60 പട്ടണങ്ങളും, ഗിലെയാദിന്റെ പകുതിയും, അഷ്താരോത്ത്, എദ്രെയി എന്നീ ബാശാനിലെ ഓഗിന്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസയുടെ മകനായ മാക്കീറിന്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ. ജെറീക്കോയുടെ കിഴക്ക് ജോർദാനക്കരെ മൊവാബ് സമതലത്തിൽ വെച്ച് മോശെ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശെ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. ദൈവമായ കർത്താവിന് സ്തുതി.